ഞാനെന്ന് വെച്ചാൽ കൂട്ടാൻ വെക്കണതേ എന്താണെന്നറിയോ, സാമ്പാർ ചീരയാണ് കേട്ടോ. അത് നമ്മുടെ അവിടെ നിന്ന് സാർത്തത്ര പഠിക്കുന്നേ കുറച്ച് പറിച്ചതാ, നല്ലോണം ഉണ്ടാക്കി നിൽക്കണ്ടേ. അവിടെ ഇത്തിരി സാമ്പാർ ചീര പറിച്ചു വിടുന്ന ഇത് ഇത്തിരി പരിപ്പൂട്ട് കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അങ്ങോട്ട് അരയ്ക്കും. നന്നായി അങ്ങ് അരച്ചിട്ട് പരിപ്പ് പോകുമ്പോൾ ഇതായിരിക്കും നല്ല കടുകും വറക്കും. നല്ല സൂപ്പർ കറി കേട്ടോ ഈ ചീര. നല്ല ഇതിപ്പോൾ പൂത്തിട്ടുണ്ട്, ഈ പൂവൊന്നും ഇടില്ല കേട്ടോ. കണ്ടതൊക്കെ പൂത്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറിച്ചു കൊടുന്നതാ. ഞാൻ ഒരു ചട്ടിയിൽ ഇത്തിരി വെള്ളമാക്കിയിട്ട് അങ്ങനെ വെച്ചതാണ്. ഫ്രിഡ്ജിനകത്ത് വെച്ചില്ല, കാരണം ഇതിങ്ങനെ പുറത്തിരിക്കട്ടെ എന്ന് ഓർത്തിട്ട്. നല്ല അടിപൊളി ചീരയാണ് കേട്ടോ. സാമ്പാർ ചീര എന്ന അതിൻ്റെ പേര്. ഈ മഴക്കാലത്ത് നല്ലോണം ഏത് മണ്ണിൽ എവിടെ നട്ടാലും നന്നായി എങ്ങനെയുണ്ടോ നല്ലോണം ഉണ്ടാവും കേട്ടോ, തകച്ചുണ്ടാവും. എനിക്കൊരു 2 ചോട് നടണം. നമ്മുടെ ഇവിടെ അപ്പുറത്ത് അക്കരയിൽ സാർത്തത്ര വീടിൻ്റെ മറത്ത് നിറയെ നിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ പറിച്ചത്. എനിക്കിത് കറി നല്ല ഇഷ്ടം കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവരും വിളിക്കുകയും ഇവിടെ അങ്ങനെ ആരും അത് നുള്ളി കാണാറില്ല. വഴിയിലാണെങ്കിൽ ഇഷ്ടം പോലെ നിൽക്കുന്നത്. അപ്പോൾ ഞാനിത് കറി ഉണ്ടാക്കട്ടെ. പറഞ്ഞ പോലെ നിങ്ങളും കുറച്ച് പരിപ്പും വേവിച്ചിട്ട് ഇത്തിരി തേങ്ങയും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും കൂടി അങ്ങ് അരച്ചിട്ട് പരിപ്പ് പോകുമ്പോൾ അതിലേക്ക് ഒഴിക്കുക. അതിലേക്ക് ഒഴിച്ചിട്ട് പരിപ്പ് പോകുമ്പോൾ ചീര ഇടുക. ചീര ഒരു 2 തള തിളയ്ക്കുമ്പോൾ അതിലേക്ക് അരപ്പൊഴിക്കുക. അരപ്പൊഴിച്ച് ഒരു തള തിളയ്ക്കുമ്പോൾ വാങ്ങിയിട്ട് കടുകും പെട്ട് പൊടി